എസ്4 സഫാരിയുടെ പുതിയൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ യാത്ര കേരളത്തിലെ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതും ലോകപ്രശസ്തമായ ഒരു ദ്വീപ് സമൂഹമായ മൺട്രോ തുരുത്തിലേക്കാണ്. ഇവിടെ നിന്നുമാണ് നമുക്ക് വള്ളത്തിൽ മൺട്രോ തുരുത്ത് ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോകേണ്ടത്. വന്നിറങ്ങിയപ്പോൾ തന്നെ വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ എന്നുള്ളത്. ഞങ്ങൾ നേരത്തെ തന്നെ ഒരു വള്ളമൊക്കെ ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നിരവധി വള്ളങ്ങൾ ഇവിടെ നിന്നും ഇതുപോലെ സർവീസ് നടത്തുന്നുണ്ട്. അപ്പം ഏകദേശം 60 വള്ളങ്ങളോളം ഉണ്ട്. അത് ടേൺ അനുസരിച്ചാണ് പോകുന്നത്. അല്ലാതെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്താൽ ആ വള്ളത്തിൽ നമുക്ക് പോകാൻ സാധിക്കും. ചെറിയ ചെറിയ തോടുകളിലൂടെയും കനാലുകളിലൂടെയും യാത്ര ചെയ്ത് കല്ലടയാറിലൂടെ അഷ്ടമുടി കായലിലോട്ടാണ് പോകുന്നത്. ശരിക്കും നമ്മുടെ ഈ മൺട്രോ തുരുത്ത് എന്ന ദ്വീപ് സമൂഹം സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിനും അഷ്ടമുടി കായലിനും ഇടയ്ക്കുള്ള ഭാഗത്താണ്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. നിരവധി കണ്ടൽ ചെടികളുടെ കാഴ്ച മുന്നോട്ട് പോകുന്തോറും കാണാൻ സാധിക്കും. അപ്പം ഇവിടെ വള്ളത്തിലെ യാത്ര മാത്രമല്ല, കയാക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മളത് മുന്നോട്ട് വന്നപ്പോഴാണ് കാണാൻ സാധിച്ചത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഐലൻഡുകൾ പെരുങ്ങളം, പട്ടംതുരുത്ത്, മൺട്രോ ഐലൻഡ്, പേഴുംതുരുത്ത് എന്നിവയാണ്. അങ്ങനെ നമ്മുടെ വള്ളം ഇപ്പോൾ ഒരു പാലത്തിനടിയിലൂടെ പോകും. അപ്പം തീരെ ഹൈറ്റ് കുറഞ്ഞ പാലമാണ്. അപ്പം നമ്മൾ വള്ളത്തിനകത്തേക്ക് ഇറങ്ങിയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ തലയൊക്കെ പോയി ഇടിച്ചെന്നൊക്കെ ഇരിക്കും. ചിലപ്പോൾ വെള്ളത്തിൽ കിടന്നും ഇരിക്കും. അപ്പം നമ്മളതൊക്കെ നല്ലൊരു അനുഭവമാണ് ഈ പോകുന്ന യാത്രയിലത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ ഇതുപോലെയുള്ള ചെമ്മീൻ കെട്ടുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ ചെറിയ തോടുകളിലൂടെയൊക്കെ പോകുമ്പോഴത്തേനും നല്ല രസകരമായ കാഴ്ച ഇരുവശങ്ങളിലായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ വള്ളത്തിൽ നോക്കിയപ്പോൾ ഒരു തുഴയൊക്കെ കിടക്കുന്നത് കണ്ടു. അപ്പം നമ്മുടെ വള്ളംകാരൻ ചേട്ടനോട് ചോദിച്ച ഉടനെ പറഞ്ഞു, എടുത്ത് ചുമ്മാ രസത്തിനങ്ങ് തുഴഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് വീണ്ടും ഒരു പാലം കണ്ടത്. അപ്പോൾ എല്ലാവരും വള്ളത്തിലേക്ക് ചാഞ്ഞങ്ങ് ഇരുന്നേച്ചു. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ചെമ്മീൻ കെട്ടുകളൊക്കെ കാണുന്നുണ്ട്. നമ്മളങ്ങനെ വള്ളത്തിൽ കാഴ്ചകളൊക്കെ കണ്ടുപോയപ്പം മുകളിലെ റോഡിലൂടെ കുറേ വിദേശ സഞ്ചാരികൾ സൈക്കിൾ ചവിട്ടി പോകുന്ന കാഴ്ചകളൊക്കെ കാണാം.
അങ്ങനെ നമ്മൾ ഇടുങ്ങിയ കനാല് വഴിയും തോട് വഴിയും ഒക്കെ യാത്ര ചെയ്ത് കല്ലടയാറിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ പോകുന്ന വള്ളത്തിൽ 8 പേർക്കാണ് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഏകദേശം 2 മണിക്കൂറോളമാണ് ഈ യാത്രയ്ക്കായി നമ്മൾ ചിലവിടുന്ന സമയം. 1000 രൂപയാണ് ഞങ്ങൾ 6 പേരാണ് പോയത്. 1000 രൂപയാണ് ഞങ്ങളോട് മേടിച്ചത്. ശരിക്കും 1000 രൂപ എന്ന് പറയുന്നത് അവരെടുക്കുന്ന കഷ്ടപ്പാടൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞൊരു തുകയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം 2 മണിക്കൂർ മൊത്തം അവർ ഈ വള്ളം തുഴഞ്ഞു പോകുന്നതും ഒക്കെ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതുകൊണ്ട് അതൊരു വലിയ റേറ്റൊന്നുമല്ല. സാധാരണ ഒരു 8 പേര് 6 പേരൊക്കെ വരുന്നുണ്ടെങ്കിൽ 1000 രൂപയെന്ന് പറയുന്നത് ഏറ്റവും ചിലവ് കുറഞ്ഞൊരു തുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഏറെക്കുറെ അഷ്ടമുടിക്കായലിലേക്ക് കയറുകയാണ്. ഈ കല്ലടയാറും അഷ്ടമുടിക്കായലും സംഗമിക്കുന്ന ഭാഗത്താണ്. അപ്പം നമുക്ക് നല്ല ഒഴുക്കൊക്കെ ഉണ്ട്. ശരിക്കും ഈ വള്ളത്തിൽ പോയപ്പോൾ നമുക്കൊരു ഭയമൊക്കെ തോന്നിയായിരുന്നു. നമുക്കിപ്പോൾ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ അത് കാണാൻ സാധിക്കും. നല്ല ഒഴുക്കുള്ള സമയമായിരുന്നത്. അപ്പോൾ നമ്മൾ വള്ളത്തിൽ പോകുന്ന ആൾക്കാർ എല്ലാവരും തന്നെ നിർബന്ധമായിട്ടും ലൈഫ് ജാക്കറ്റ് ധരിക്കേണ്ടതാണ്. അത് നമ്മൾ ഈ വള്ളക്കാർ നമ്മളോട് പറയും, കയറുമ്പോൾ തന്നെ ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണെന്നുള്ളതൊക്കെ പറയും. അങ്ങനെ നമ്മുടെ മൺട്രോ തുരുത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തുന്നത്. അപ്പം അതിനകത്തുകൂടി വള്ളം കയറുന്നതിന് മുന്നേ തന്നെ ഈ കണ്ടൽക്കാടുകളുടെ അടുത്ത് കൊണ്ട് നമുക്ക് ഈ വള്ളം അടുപ്പിച്ച് നിർത്തി തരുന്നുണ്ട്. അങ്ങനെ വള്ളം ഇവിടെ ഒതുക്കി നിർത്തുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ശിഖരങ്ങളുടെ മുകളിലൊക്കെ കയറി നിൽക്കുവാനൊക്കെ സാധിക്കും. അപ്പോൾ ഇതെല്ലാം കണ്ടൽക്കാടുകളിൽ പെടുന്ന ഭാഗമാണ്. അങ്ങനെ നമ്മൾ മൺട്രോ തുരുത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഈ ഒരു ചിത്രമായിരിക്കും. ശരിക്കും ഈ വള്ളം ഇതിനിടയിൽ കൂടി കയറി പോകുന്ന ആ ഭാഗം വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മളുടെ യാത്ര നട്ടുച്ചയ്ക്കായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ്റെ പേര് അമ്പിളിച്ചേട്ടൻ എന്നാണ്. അമ്പിളിച്ചേട്ടനോട് പറഞ്ഞ് വള്ളം സൈഡിലൊരു കടയുടെ അരികിലായി നിർത്തിയിട്ട് ഞങ്ങളെല്ലാവരും കയറി നല്ല നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് യാത്ര വീണ്ടും തുടർന്നു. ശരിക്കും നമ്മൾ ഈ വെള്ളം കുടിക്കാൻ നിർത്തിയ ഭാഗം പോലും അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. കൊല്ലം ജില്ലയിൽ അഷ്ടമുടിക്കായലിൻ്റെയും കല്ലട നദിയുടെയും സംഗമ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഉൾനാടൻ ദ്വീപ സമൂഹമാണ് മൺട്രോ തുരുത്ത്. ഏകദേശം 8 ചെറിയ തുരുത്തുകളുടെ ഒരു കൂട്ടമാണ് ഇവിടെയുള്ളത്. ബ്രിട്ടീഷ് ഭരണകാലത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്നിരുന്ന കേണൽ മൺട്രോയുടെ സ്മരണാർത്ഥമാണ് ഈ ദ്വീപിന് മൺട്രോ തുരുത്ത് എന്ന പേര് ലഭിച്ചത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷികൾ തെങ്ങും നെല്ലും മത്സ്യവുമാണ്. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ദ്വീപ സമൂഹമാണ് ഇവിടെയുള്ളത്. മുങ്ങിപ്പോകൽ ഭീഷണി അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണിവിടം. ഇവിടെയുള്ള നിരവധി വീടുകളൊക്കെ ഈ വെള്ളപ്പൊക്ക ഭീഷണി കാരണം ആൾക്കാരെല്ലാം ഒഴിഞ്ഞു പോയി കിടപ്പുണ്ട്.
ഒറ്റക്കണ്ടൽ എന്ന ഈ സ്ഥലത്താണ് നമുക്ക് ഇറങ്ങി നിൽക്കുവാനൊക്കെ സാധിക്കുന്നത്. അപ്പോൾ അല്പം വെള്ളമുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി നിന്നില്ല. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയല്ല തിരിച്ചു വരുന്നത്. അപ്പം വള്ളം ഇങ്ങനെ കറങ്ങി വന്ന് നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പം ശരിക്കും കണ്ടൽ ചെടികൾക്ക് ഇടയിലൂടെയുള്ള യാത്ര ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇന്ന് ഞങ്ങൾ വന്ന സമയത്ത് നല്ല കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് ശരിക്കും ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റി. നല്ല തെളിച്ചമുള്ളൊരു ദിവസമൊക്കെ ആയതുകൊണ്ട് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്ര മനോഹരമായ കാഴ്ചകളാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ വള്ളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്പിളിച്ചേട്ടൻ്റെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ നമുക്ക് പോകാൻ സാധിക്കും. നമ്മുടെ ചാനൽ S4 സഫാരി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം മുന്നോട്ട് നല്ല നല്ല യാത്രകളുമായി നമുക്ക് വീണ്ടും കാണാം.